അൽ ജന്നത്തു അഖ്റബു ഇലാ അഹദിക്കും മിൻ ശിറാകിൻ അലിഹി എന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വർഗം എന്ന് പറഞ്ഞാൽ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ്. നരകം എന്ന് പറഞ്ഞാലും ചെരുപ്പിന്റെ വാറിനേക്കാൾ ഏറ്റവും അടുത്താണ്. അപ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് സ്വർഗം വാങ്ങാൻ പറ്റുമോ ആ സ്വർഗം നമുക്ക് നേടിയെടുക്കാൻ ചെറിയൊരു നന്മ ചെയ്താൽ മതിയാവും. അഷ്റഫുൽ ഖൽഖ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് വിവരിക്കണം. ആ സമയത്ത് ഒരാളിങ്ങനെ ചാടി കളിക്കുന്നുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ മുസ്ലിങ്ങൾക്ക് പ്രയാസകരമാകുന്ന ഒരു മരത്തിന്റെ കൊമ്പ് പൊട്ടിച്ചിട്ട കാരണത്താലാണ് അത് സ്വർഗത്തിലായതെന്നാണ്. അപ്പോൾ സ്വർഗത്തിൽ പോകുന്ന ഒരു കാരണം നമ്മളെ വീട്ടിലേക്കുള്ള വഴി അല്ലെങ്കിൽ നമ്മളെ വഴിയിലുള്ള ഒരു ഉപദ്രവം നമ്മൾ എടുത്തിട്ടാൽ അപ്പോൾ നമ്മൾ പള്ളികളിലൊക്കെ അല്ലെ ക്ലീനക്സോ അല്ല മോശപ്പെട്ട എന്തെങ്കിലും വസ്തുക്കളൊക്കെ കാണുകയാണെങ്കിൽ നമ്മളിങ്ങനെ മുടിച്ചുകൊണ്ട് നമ്മളെ ഭാഗത്ത് അങ്ങോട്ടാക്കിയല്ല വേണ്ട നഖത്തിന്റെ പൊട്ട് ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്ത് വിടുകയാണെങ്കിൽ അതിന്റെ കൂലി നമുക്ക് കിട്ടും. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഒരു തിന്മ ചെയ്താലോ അതിലും വലിയ പിന്നെ വയലുള്ളി കുല്ലി ഹുമസത്തിൽ ഹുമസ നമുക്ക് എല്ലാവർക്കും പറയുന്ന സുഹൃത്താണ്. ഹുമസ എന്ന് പറഞ്ഞാൽ ഒരാള് ഇങ്ങനെ നാട്ടിലുണ്ട്, നാട്ടിലെ വലിയ വലിയ ഹുമസ അങ്ങനെ നാട്ടിൽ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാൽ ഹുമസ എന്ന് പറഞ്ഞാലോ കണ്ടില്ലേ, കുട്ടി കുർക്കാസ് പോണ്, കടികുളം പോകണ്ടില്ലേ, ദേശീയക്കാരൻ പോകണ്ടില്ലേ, ഇങ്ങനെ നമ്മള് ആളെ കുറിച്ച് പറയാം. പക്ഷേ ആദ്യം കാണിച്ചിട്ടുണ്ട്. ഓൽക്കാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഏറ്റവും വലിയ ശിക്ഷ ഓൽക്കാണുള്ളത്. വലിയ കുല്ലി ഹുമസത്തിൽ വയലേറിന ഓൽക്കാണുള്ളത്. അല്ലെങ്കിൽ ജമാമാലം ബാധ്യത യാസവന്നമാലഹു ഖലദ എല്ലാലയും ബദല ഒക്കെ പറഞ്ഞിട്ട് നാറുല്ലാഹിൽ മുഖദ എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ കത്തിയാളുന്ന അഗ്നിയാണ് അവർക്കുള്ളത്. അല്ലത്തി തത്തലു അലൽ അഫിദ, ഹൃദയത്തെ പോലും കാർന്നെടുക്കുന്ന അഗ്നിയാണ് അതെന്നാ. അപ്പോ ആ നരകത്തിലേക്ക് പോകാതിരിക്കാൻ ചെറിയ തെറ്റ് മതി, ചെറിയ തെറ്റ് മതി. നമ്മൾ പറയല് തെറ്റ് അള്ളാഹു ഒക്കെ പൊറുക്കും, സംഗതി ശരിയാണ്. പക്ഷെ ആ തെറ്റുകൊണ്ട് നരകത്തിൽ പോകാനും കാരണമാകും എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള തെറ്റുകൾ വരുന്നത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നോമ്പ് കാലത്ത് ഇതൊക്കെ നമ്മളെ മെരുക്കിയെടുക്കാൻ നല്ലൊരു സമയമാണ്. കളവ് പറയലും അതുപോലെ തന്നെ നമ്മളെ ബിസിനസ്സിന്റെ കാര്യത്തിലും നമ്മൾ മറ്റു കാര്യങ്ങളും എല്ലാം സൂക്ഷ്മത പുലർത്താൻ പറ്റുന്ന നല്ലൊരു സമയവും സന്ദർഭമാണ്. ആരോടും കളവ് പറയാതെ ആരെയും പറ്റിക്കാതെ നല്ല നിലക്ക് ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക.